കേരളമെമ്പാടും എല്ലാ പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ എന്റെ മണ്ഡലത്തിൽ രണ്ടുപേരും എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ രണ്ടുപേരും ലോക്സഭയ്ക്ക് കയറ്റിവിടാൻ പറ്റില്ലല്ലോ. അല്ല, രണ്ടുപേരെ ലോക്സഭയിലേക്ക് ഒരു മണ്ഡലത്തിൽ നിന്ന് പറഞ്ഞ ഏർപ്പാട് ഇപ്പൊ നമ്മുടെ രാജ്യത്തില്ല. അപ്പൊ പണ്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനു മുമ്പുണ്ടായിരുന്നു. 1947 നമ്മൾ ഇൻഡിപെൻഡന്റ് ആയി അല്ലെ. 1951-52 ആദ്യത്തെ ഇലക്ഷൻ, 57 രണ്ടാമത്തെ ഇലക്ഷൻ. ഈ രണ്ട് ഇലക്ഷനും ഇന്ത്യയിലെ പല മണ്ഡലങ്ങളിൽ നിന്നും രണ്ടുപേരെ എലക്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതെന്താ അങ്ങനെ? അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ രണ്ടുപേര് പോണ മണ്ഡലങ്ങളിൽ ഒരു വ്യക്തി ജനറൽ കാറ്റഗറിയിൽ നിന്നായിരിക്കും, മറ്റേ വ്യക്തി ഡിപ്രൈവ്ഡ് സെക്ഷൻസ്, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റി പെട്ടവരായിരിക്കും. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1961 നമ്മുടെ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി. ആ ഒരു സിസ്റ്റം 1961 നിർത്തലാക്കി. ഇപ്പൊ രണ്ടുപേര് പോണ ഏർപ്പാടില്ല. ഇപ്പൊ എന്താ ചെയ്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സീറ്റുകൾ റിസർവ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ ലോക്സഭയിലേക്ക് ഇലക്ഷൻ നടക്കുന്ന 543 സീറ്റുകളിലേക്കാണ്. അതിൽ 84 സീറ്റുകൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റി പെട്ടവർക്കും 47 സീറ്റുകൾ ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റി പെട്ടവർക്കും വേണ്ടി റിസർവ് ചെയ്തു. ഇനിയിപ്പോ ജയിക്കുന്നവർ ഭരിക്കട്ടെ.